ഞാൻ ഈ പിടിച്ചോണ്ട് വരുന്ന പൊതിയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആമസോണിൽ നിന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഈ പിക്ചർ കണ്ടോ, ഇത് കണ്ടിട്ട് മലന്നടിച്ച് വീണിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റ് ഞാൻ വാങ്ങിയത്. കാരണം എനിക്ക് ഈ റാണി പിങ്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ടൈപ്പ് പിങ്കിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു കളർ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഉള്ളതൊരു ജോർജറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ജോർജറ്റ് ഒന്നും എനിക്കിപ്പോൾ എൻ്റെ ബോഡിക്ക് തീരെ സ്യൂട്ട് ആവാത്തത് കൊണ്ട് ഞാനിപ്പോൾ കോട്ടനും റയോനും മാത്രമാണ് പൊതുവേ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊരു റയോൺ മെറ്റീരിയലാണെന്ന് കണ്ടതുകൊണ്ടാണ് ഇതൊരു സെറ്റും ആണല്ലോ, ഷോളും ഉണ്ട്, ബോട്ടം ഉണ്ട്, ടോപ്പും ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ ബ്രാൻഡ് ഗോസ്രീക്കി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അപ്പം അതും വേറൊരു കാരണമാണ് ഞാൻ വാങ്ങാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഗോസ്രീക്കിൻ്റെ ഞാനൊരു ടോപ്പ് ഞാൻ വാങ്ങിയപ്പം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല നീറ്റ് ആൻഡ് എന്താ പറയുക, നല്ല മെറ്റീരിയലും കാര്യങ്ങളും എല്ലാമായിരുന്നു അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കളറല്ല ഇത് കൈ കിട്ടുമ്പോൾ. എൻ്റെ പല ലൈറ്റുകളുടെ പല സമയത്ത് ഞാൻ എടുത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇത്രയും ബ്രൈറ്റ് അല്ല, ഒരു പൊടിക്ക് ഇത് ലൈറ്റ് കളറാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് MRP കൊടുത്തേക്ക് 2599 പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും സാധനം 799 രൂപയായിട്ടുള്ളൂ. ഷിപ്പിംഗ് വരെ ഫ്രീ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലാസ്റ്റിക് വേസ്റ്റ് ആണുള്ളത്, അതുപോലെ ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ലൂസ് പാൻറ്റ് അങ്ങനത്തെ ഒരു ടൈപ്പ്, ഒരു വൺ സൈഡ് ഒരു പോക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഷോളാണ് കേട്ടോ. പക്ഷേ ഞാനിതിൻ്റെ പിക്ചറിൽ കണ്ടപ്പം ഇതിൻ്റെ ഈ ടോപ്പിനൊക്കെ ഒരു ഷൈനിങ് മെറ്റീരിയൽ പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. ഞാനിവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കാണിക്കാം. പക്ഷേ ഇത് കൈ കിട്ടിയപ്പോഴത്തേക്ക് നല്ല പ്യൂവർ റയോൺ മെറ്റീരിയലാണ്. പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. നമ്മുടെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്പെഗറ്റിയോ അതുപോലെ പെറ്റിക്കോട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓ വാവ്, എന്ത് രസമാണെന്നറിയാം. ഇതിൻ്റെ ഏകദേശം ഒരു കളർ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഓൾമോസ്റ്റ് സെയിം ആണ് ഈ ഒരു കളറ്. ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇത് ഞാൻ ലാർജ് സൈസാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഞാൻ ഷേപ്പ് ചെയ്തതാണ്. ലാർജ് വാങ്ങിയിട്ടും എനിക്കിത് ലൂസായിരുന്നു കേട്ടോ. ഷേപ്പ് ചെയ്തിട്ടും എനിക്കിത് അത്യാവശ്യം കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് താഴേക്ക് ആ ഒരു യോക്ക് പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് ഇതൊരു പാനലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിടുമ്പം അത്യാവശ്യം നല്ല ഫ്ലെയറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ ലൈനിങ് ഇല്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബോഡിക്ക് നല്ലപോലെ സെറ്റ് ആകുന്നുണ്ട് കേട്ടോ. കണ്ടത് അത്യാവശ്യം നല്ല ഫ്ലെയർ ആണ്. എനിക്ക് അതിൻ്റെ ബോട്ടം മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. ആ ബോട്ടത്തിൻ്റെ ഇരിപ്പ് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ വല്ല ലെഗിനൊക്കെ ഇടുന്നതാണ് ഇതിന് നല്ലതെന്ന് തോന്നുന്നു കുറച്ചും കൂടെ. പിന്നെ ഇങ്ങനത്തെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ യോക്ക് പോർഷൻ കണ്ടോ, നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു സീക്വൻസ് വർക്കാണുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് കേട്ടോ ഉള്ളത്. എനിക്ക് പിന്നെ ഇതിനാകെ കുഴപ്പം തോന്നിയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു തുണി ഇടില്ല, അതിങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് ചാടി വരും. എനിക്ക് തോന്നുന്നു അതൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഇരുന്നോളും. പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഷോളിൻ്റെ സൈഡിൽ കൂടെ കൊടുത്തിരിക്കുന്ന ആ സെയിം ലേസ് വർക്ക് സ്ലീവിൻ്റെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിൽ താഴെ ഭാഗത്തും ഉണ്ട് കേട്ടോ. പിന്നെ ഷോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോളിൽ കാണുന്ന ആ ഫ്ലവേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ പ്രിൻ്റഡ് ആണ്. മേ ബി അത് കുറച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പോകുമായിരിക്കും. ഇതെന്ത് മെറ്റീരിയലാണെന്ന് എനിക്ക് പറയാറില്ല. ഇങ്ങനെ ഈ തൊള്ളതുള്ളിൽ കൂട്ടി ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. പക്ഷേ സംഭവം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഈ ടോപ്പിനും ഈ ഷോളിനും കളർ കുറച്ച് വ്യത്യാസമുണ്ട്. ഷോള് കുറച്ചും കൂടെ ഡാർക്കും ടോപ്പ് കുറച്ചും കൂടെ ലൈറ്റ് കളറുമായിട്ടാട്ടോ വരുന്നത്. സാധനം എന്തായാലും ലൈനിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ ബോട്ടം നിങ്ങൾ കണ്ടല്ലോ, അത്രയും ലെങ്ത്താണ് എനിക്ക് വരുന്നത്. അത് 164 ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് 2 സ്റ്റിച്ച് വരുന്നുണ്ട്, ഒരു ലോക്ക് വരുന്നുണ്ട്, സൈഡിൽ കൂടെ ഉള്ളിൽ കൂടെ വേറൊരു സ്റ്റിച്ചും പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം, ഇതിന് ചില പാനലിൻ്റെ അവിടെ കുറച്ച് സ്റ്റിച്ച് ഇങ്ങനെ അകന്ന് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എല്ലാ ഭാഗവും ഒന്ന് റീസ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ എല്ലാ ഭാഗവും ഇത് കഴിഞ്ഞിട്ട് ഞാൻ റീസ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പാനൽസും നെക്കിൻ്റെ അവിടെയും അതുപോലെ സ്ലീവിൻ്റെ അവിടെയൊക്കെ ഞാൻ ഒന്നുകൂടെ റീസ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ് ചെയ്യുന്ന കാര്യം പറയുവാണെങ്കിൽ വാഷ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കളർ പോകുന്നുണ്ട്. കാരണം ഒന്നത് ഇത്രയും ബ്രൈറ്റ് ആയതുകൊണ്ടായിരിക്കാം. ഞാനൊരു വെള്ള ക്ലോത്തൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വാഷ് ചെയ്തത്, മെഷീൻ വാഷാണ് ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് കളറൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അടിപൊളി സാധനമാണ്. ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ചെക്ക് ചെയ്ത് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.